ഷാലോസ് മിസ്റ്റർ റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഷാലി സിജി. നമുക്ക് ഈ ആഴ്ചയിൽ കുറേ അഡീനിയം പ്ലാന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കാറ്റലോഗിൽ നോക്കിയായിരുന്നോ? കുറേ പേര് ഓർഡർ ചെയ്തിട്ടുണ്ട്. കാറ്റലോഗിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ സ്റ്റോക്ക് ഔട്ടായി. ഇനി ഒന്നോ രണ്ടോ വെറൈറ്റി മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് കാറ്റലോഗ് എടുത്ത് നോക്കിക്കോളൂ കേട്ടോ. പുതിയ പുതിയ പ്ലാന്റ്സുകളൊക്കെ വരുമ്പോൾ അതേ രീതിയിൽ നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ കിട്ടാറില്ല. അപ്പോൾ അതൊന്ന് നോക്കിക്കോളൂട്ടോ. ആവശ്യമുള്ള ഒരു കാറ്റലോഗൊക്കെ എടുത്ത് നോക്കിക്കോളൂ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് നോക്കിക്കോളൂ. അപ്പോൾ പുതിയ പ്ലാന്റ്സ് വരുന്നതനുസരിച്ച് കാറ്റലോഗ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഇപ്പോൾ കാറ്റലോഗ് നോക്കാനായിട്ട് കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ഉണ്ടല്ലോ, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതിൽ കാറ്റലോഗ് കാണാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി കാറ്റലോഗ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു മെസ്സേജ് തന്നാൽ മതി കേട്ടോ, പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പ്ലാന്റ്സുകൾ വേഗത്തിൽ തന്നെ കാണിച്ചു പോകാം. ആദ്യം തന്നെ ഞാൻ ഒരു എന്താ പറയുക, നമ്മളുടെ കാക്ടസ് വെറൈറ്റിയാണ് കാണിക്കുന്നത്. ഇത് നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ കോംപോയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ഡിസംബർ ആദ്യം. അതൊരു ബ്രെയിൻ ഞാൻ പേര് മറന്നുപോയി കേട്ടോ. കാക്ടസ് ഒരു ബ്രെയിൻ ചേർത്തിട്ടുള്ളൊരു പേരാണ്. ബ്രെയിൻ പോലെ ഇരിക്കുന്നതുകൊണ്ട് അത് മാത്രം എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. ബാക്കി ഓർമ്മയില്ല. ഞാൻ കാറ്റലോഗിൽ കൊടുത്തേക്കാമേ പേര് കറക്റ്റായിട്ട്. അപ്പോൾ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. പിന്നെ ഉള്ളത് നമ്മുടെ ഹവോത്തിയ വെറൈറ്റി. ഇത് ഹവോത്തിയ ട്രിങ്കാറ്റ ലെമൺ ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. ഒരു പോട്ടിൽ 3 ഇതായിട്ടാണ് ഇരിക്കുന്നത്. 3 പ്ലാന്റ് ആണെന്ന് എനിക്കറിയില്ല, അത് എടുത്താലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും 3 ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മിക്കവാറും 3 എണ്ണം തന്നെ ആയിരിക്കും. ഇത് നല്ല രസമാണ്. അടിഭാഗമൊക്കെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് കയറി വന്നിട്ട് ഉൾഭാഗം ഒരു ലൈം കളറായിട്ടാണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം വരുന്നത്. ഇങ്ങനെയാണ് പ്ലാന്റ് വരുന്നത്. നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ. ഇങ്ങനെ ഇതിത്തെ ഹൈറ്റേ ഉള്ളൂ. പക്ഷേ ഇത് അറിയാലോ, ഹവോത്തിയെ നമ്മുടെ ഇതൊക്കെ കാക്ടസ് ഒക്കെ അത്രയും ഇതല്ല വരുള്ളൂ. ഇതിങ്ങനെ വിരിഞ്ഞ് നല്ല ഭംഗിയിൽ വരുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ. പിന്നെ അടുത്തത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കാണിച്ചിട്ടുണ്ടാകുന്ന ഒരു ട്രിങ്കാറ്റ വെറൈറ്റി തന്നെ ഹവോത്തിയുടെ ഇതിപ്പം സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇത് രണ്ടും കൂടെ വാങ്ങിക്കുന്നവർക്ക് അങ്ങനെ വാങ്ങിക്കാം. അല്ലെങ്കിൽ ഇത് കുറേ പേര് കഴിഞ്ഞ ആഴ്ചയിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഈ ആഴ്ചയിൽ പുതിയത് വന്നേക്കുന്നുണ്ട്. ഇതേപോലെ നമ്മൾ ഹൈബ്രിഡ് ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതല്ല, ഹൈബ്രിഡ് അല്ല ഇത്. ഇതിൻ്റെ പേര് ഹൈബ്രിഡ് ഒരു 8 മാസം മുമ്പാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ ഇത് സ്റ്റോക്ക് വരുന്നില്ല, പ്ലാന്റ്സ് വരുന്നില്ല. ഇപ്പം ഇതിൻ്റെ പേര് ലൈം ഗ്രീൻ എന്നാണ് കേട്ടോ. ലൈം ഗ്രീൻ ഇങ്ങനെ. പിന്നെ വരുന്നത് ഒരു ഓർക്കിഡ് വെറൈറ്റി വന്നിട്ടുണ്ട്. നല്ല ഭംഗിയിൽ. ഇതധികം നമ്മൾ കാണാത്ത വെറൈറ്റി തന്നെയാണ്. ഫെലോപ്സിസ് വെറൈറ്റി തന്നെയാണ് കേട്ടോ. ഫെലോപ്സിസ് ആണ്. പൂവ് ഞാൻ സൈഡിൽ കാണിച്ചേക്കാം, സ്ക്രീനിൽ കാണിച്ചേക്കാം. പിന്നെ നിങ്ങൾ കാറ്റലോഗ് നോക്കിയാൽ മതി കേട്ടോ. ഒരു വൈലറ്റ് ഷെയ്ഡാണ് പൂവ് വരുന്നത്. ഇതിപ്പോൾ മുട്ടുകൾ വന്നിട്ടുണ്ട്. അത് ഒടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിക്കൊക്കെ കൊടുത്തേക്കുന്നത് കേട്ടോ. ഇതൊരു വേരിഗേറ്റഡ് വെറൈറ്റിയാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഭംഗി വരുന്നത് കേട്ടോ. ഇങ്ങനത്തെ ഇങ്ങനെയുള്ള വേരിഗേറ്റഡ് വെറൈറ്റി ഇലകൾ അധികം നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അധികം കോമൺ അല്ല ഈ പ്ലാന്റ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെയായിരിക്കും കേട്ടോ വിടുന്നത് പ്ലാന്റ്. ഇതിപ്പോൾ ഒരു ഡിസ്പോസിബിൾ ഇതാണ്. അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ വിടുന്നത്. ഇങ്ങനെ തന്നെയായിരിക്കും പ്ലാന്റ് വിടുക. നല്ല ഭംഗിയാണ്. പൂക്കളാക്കി ആയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ വേരിഗേറ്റഡ് ഇങ്ങനത്തെ ഒരു പുതിയ വെറൈറ്റികളൊക്കെ നമ്മൾ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും അതിനൊരു കളറൊക്കെ ഉണ്ടാവുള്ളൂ. ഇതൊരു വയലറ്റ് വെറൈറ്റിയാണ്. അപ്പോൾ പൂക്കൾക്ക് അധികം പ്രാധാന്യമില്ല, ഇലകൾക്കാണ് ഇതിൻ്റെ ഭംഗി വരുന്നത്. കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള വെറൈറ്റി തന്നെയാണ്. പിന്നെ സ്റ്റോക്കിൽ വന്നേക്കുന്നത് ഇത് വന്നിട്ടുണ്ട്. നമ്മുടെ സനഡു ഗോൾഡ് വന്നിട്ടുണ്ട് കേട്ടോ സ്റ്റോക്ക്. ഇത് ഒത്തിരി പേർക്ക് ആവശ്യമുള്ള പ്ലാന്റ് ആണ്. ഇത് ഇത്രയൊക്കെ തന്നെ ഉണ്ടാവും. ജിഫിയിലാണ് പ്ലാന്റ് വരുന്നത്. അപ്പോൾ നമ്മൾ മണ്ണിലാണ് ജിഫി വെച്ചിട്ട് മണ്ണിലേക്കാണ് വരുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ. അപ്പോൾ ഇതിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഇങ്ങനെയൊക്കെ തിക്കായിട്ടുള്ള പോട്ടുകളാണ്. പിന്നെ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റുകൾ വന്നിട്ടുണ്ട്. അത് ഞാൻ അവസാനം കാണിക്കാമേ. പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കോംബോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പീസ് ലില്ലിയും ഇതും കൂടെ ഉള്ള കോംബോ. പീസ് ലില്ലിയും ബേർഡ് ഓഫ് പാരഡൈസും കൂടെ ഒരു 650 കോംബോ. അത് കുറച്ച് മാത്രം അവൈലബിൾ ആണ്. അതുകൊണ്ട് ഞാൻ കാണിക്കാത്ത. താല്പര്യമുള്ളവർ അത് ഓർഡർ ചെയ്തോളൂ. ഇത് നമ്മൾക്ക് പീസ് ലില്ലി ഇങ്ങനെ ഉള്ള പ്ലാന്റുകൾ അവൈലബിൾ ആണ് കേട്ടോ. നല്ല തിക്കായിട്ടുള്ള പോട്ട. എല്ലാത്തിനും പൂക്കൾ ഉണ്ടാവണമെന്നില്ല കേട്ടോ. ഉറപ്പില്ല പൂക്കൾ ഉണ്ടാവുന്ന. ചിലതിലൊക്കെ പൂക്കളുണ്ട്. ഇപ്പോൾ ഇതിൽ വെച്ചേക്കണതിലൊക്കെ പൂക്കളുണ്ട്. പക്ഷേ പൂക്കളില്ലാത്തത് കൊണ്ട് ഉടനെ തന്നെ പൂക്കളായിക്കോളൂ കേട്ടോ. പിന്നെ ഇത് വന്നേക്കുന്നത് നമ്മുടെ പോത്തോസ് മഞ്ജുള പോത്തോസ്. ഇതെപ്പോഴും എല്ലാവർക്കും ആവശ്യമുള്ള പ്ലാന്റാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ മാർബിൾ പോത്തോസാണ് കൊണ്ടുവന്നേക്കുന്നതായിരുന്നേ. അത് ഇപ്പോൾ ഒരു 1-2 അങ്ങോട്ട് സ്റ്റോക്കുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ തീർന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നേക്കുന്നത് മഞ്ജുള പോത്തോസാണ്. ഇങ്ങനെയാട്ടോ. ഇപ്പോൾ താല്പര്യമുള്ളൊരു വേഗത്തിൽ ഓർഡർ ചെയ്ത്. ഇതൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന പ്ലാന്റുകളാണ്. പിന്നെ നമുക്ക് ഇത് ഇപ്പോൾ സ്റ്റോക്കിലുണ്ട് കേട്ടോ. ഇത്രയും ഫുൾ പോട്ട് വരുന്ന നമ്മുടെ എൻജോയ് പോത്തോസ്. പിന്നെ വരുന്നത് ഫിലാഡൻഡ്രോൺ വെറൈറ്റി ഹാങ്ങിങ് പ്ലാന്റിൽ വരുന്നത് ഇങ്ങനെ ഹാങ്ങിങ് ഈ പരുവത്തിൽ വരുന്ന പ്ലാന്റുകൾ കേട്ടോ.
ഇതിങ്ങനെ വെരിഗേറ്റഡ് വെറൈറ്റി. ഇത് നമ്മളിപ്പോൾ ബ്രസീൽ ഫിലാഡൻഡ്രോൺ ബ്രസീൽ എന്നാണ് കോമൺ ആയിട്ട് പറയുന്നത്. ഇങ്ങനെ പിന്നെ വന്നേക്കുന്ന അഗ്ലോണിമ വെറൈറ്റികൾ കാണിക്കാം. അഗ്ലോണിമ പുതിയ വെറൈറ്റി വന്നിട്ടുണ്ട്. വിദൂരി എന്ന് പറഞ്ഞിട്ട് പ്ലാന്റ് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ്, നല്ല കരുത്തുള്ള പ്ലാന്റ് ആണ്. എല്ലാത്തിലും തന്നെ ബേബി പ്ലാന്റുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള വേഗത്തിൽ ഓർഡർ ചെയ്തോളൂ. എന്തായാലും ഇത് നമുക്ക് ലാഭമാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും എല്ലാത്തിലും ഇതേ ഇങ്ങനെയൊക്കെയുള്ള പ്ലാന്റുകളാണ് വരുന്നത് കേട്ടോ. ഒരു പ്ലാന്റ് മാത്രമല്ല, ഒരു ബേബി പ്ലാന്റ്, പിന്നെ സൈഡിൽ നിന്നൊക്കെ ഷൂട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലാന്റുകൾ കിട്ടിയിട്ട് ഉടനെ തന്നെ ഈ ഷൂട്ടുകൾ അടർത്താതിരിക്കുക കേട്ടോ. അടർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചീഞ്ഞ് പോവും. ഇത്രയും ഈ കുഞ്ഞിതൊക്കെ അല്ലേ, അപ്പോൾ അങ്ങനെ അടർത്തി വരുത്തണ്ട. പ്ലാന്റ് ഒന്നുകൂടി ഹെൽത്തിയൊക്കെ ആയതിനു ശേഷം മാത്രം അടർത്തിയാൽ മതി. ഞാൻ പിന്നെയും കാണിച്ചു തരാം കേട്ടോ. അതാ ഇതിൽ കണ്ടോ ബേബി പ്ലാന്റുകൾ കണ്ടോ. എല്ലാത്തിലും തന്നെ ഇങ്ങനെ ബേബി പ്ലാന്റ് വരുന്ന പരുവത്തിലാണ്. അതെ ഇങ്ങനെ ഞാൻ കുറച്ചെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുള്ള പ്ലാന്റുകൾ, നല്ല ഹെൽത്തി ആയിട്ടുള്ള കരുത്തുള്ള പ്ലാന്റുകൾ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇത് വരുമ്പോൾ പെട്ടെന്ന് തൈകൾ വന്നോളൂ കേട്ടോ. പോട്ട് നിറഞ്ഞോളും. വിദൂരി എന്നാണ് കേട്ടോ ഇതിൻ്റെ ID വരുന്നത്. ഇത് കണ്ടോ. ഇതിലൊക്കെ അത് 3 ഒരുവിധം വലിയ പ്ലാന്റുകൾ തന്നെ, ബേബി പ്ലാന്റുകളുണ്ട്. ഒരു വലിയ പ്ലാന്റും പിന്നെ ചേർന്ന് ബേബി പ്ലാന്റുകൾ, അങ്ങനെയാണ് വരുന്നത് കേട്ടോ. പിന്നെ ഇത് നമുക്ക് പണ്ടൊരു വെറൈറ്റി ഉണ്ടായിരുന്നു, അതല്ല കേട്ടോ. അയ്യോ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇതിപ്പോൾ വിദൂരി എന്നാണ് ഇതിൻ്റെ ID വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ വേഗത്തിൽ ഓർഡർ ചെയ്തോളൂ. പിന്നെ അഗ്ലോണിമ വന്നേക്കുന്നത് നമ്മളുടെ ഡയമണ്ട് റെഡ്. ചിലർ ഡയമണ്ട് റെഡ് ഇതൊക്കെയാണെങ്കിലും മാർക്കറ്റിൽ സെയിൽ ആവാതിരിക്കുമ്പോഴത്തേക്കും വേഗം പേരുകളൊക്കെ മാറ്റിയിട്ട് സെയിൽ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല പ്രവണതയല്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. നമുക്ക് ഏത് പ്ലാന്റിൻ്റെ ഐഡിയ വരുന്നത് ചെറിയ ഡിഫറൻസുകളൊക്കെയാണ് ഇങ്ങനെയുള്ള വെറൈറ്റികൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ പ്ലാന്റ് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലവരുടെ കയ്യിലുണ്ടാവും, പക്ഷെ നമ്മൾ പേര് മാറ്റിയിട്ട് അങ്ങനെ സെയിൽ ചെയ്യുമോ, ഓർഡർ കുറയുമ്പോൾ അങ്ങനെ മാറ്റി കൊടുത്തിട്ട് അങ്ങനെ സെയിൽ ചെയ്യുമോ, കളർ കൂട്ടി അങ്ങനെ ഇടുമോ. നമ്മൾ ഒറിജിനലായിട്ട് ഫോട്ടോ എടുക്കും, പിന്നെ ക്യാമറയിൽ എടുക്കും, അല്ല നമ്മുടെ മൊബൈലിൽ എടുക്കുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് വരും. അത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് പേരുകൾ എന്തൊന്നും മാറ്റി കൊടുക്കില്ല. നമുക്ക് നേരത്തെ വരുന്നത് ഡയമണ്ട് റെഡ് എന്ന് തന്നെ പറഞ്ഞിട്ടാണ്. ഇപ്പോഴും അത് തന്നെയാണ് നമ്മൾ പേര് പറയുന്നത് കേട്ടോ. അപ്പോൾ പേര് മാറ്റി കൊടുക്കുന്നവരെ സെല്ലേഴ്സൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതിൻ്റെ പേര് വരുന്നത് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് വരുന്നത് കേട്ടോ. കുറച്ചും കൂടി റെഡ് കൂടിയിട്ടാണ്. പിന്നെ ചൈന പിങ്ക് എന്ന് പറഞ്ഞിട്ട് വരുന്നത്, അതായത് ഇത് റെഡിലേക്ക് വരില്ല കേട്ടോ. എന്നാലും കുറച്ചും കൂടെ നല്ലോണം തെളിഞ്ഞ കളർ വരുവേ. ഞാൻ ഇതിൻ്റെ വലിയ പ്ലാന്റ് അടുത്ത ആഴ്ചയിൽ കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയാണ് പ്ലാന്റ് കാണാനായിട്ട്. അതാ ഇങ്ങനെ വരുന്നത്. ഞാൻ പറഞ്ഞത് സ്റ്റെമ്മിന് കട്ടി കുറവാണെന്ന്, അപ്പോൾ സ്റ്റിക്ക് കൊടുക്കേണ്ടി വരും കേട്ടോ. പിന്നെ 10 ക്യാരറ്റ്. ഈ 10 ക്യാരറ്റ് ഒക്കെ ആട്ടോ പേര് മാറ്റിയൊക്കെ ഓരോരുത്തർ കൊടുക്കണ കാണും. 10 ക്യാരറ്റ്, ഈ റെഡ് വെറൈറ്റി ഒക്കെ. അപ്പോൾ നമുക്ക് ഫേസ്ബുക്കിൽ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നും, ഇതെന്താ ഇങ്ങനെ കൊടുക്കണേന്ന് തോന്നും. അപ്പോൾ നമുക്ക് ഒന്ന് പറയണമെന്നുണ്ട്, പക്ഷേ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അപ്പോൾ അതങ്ങനെ കള്ളത്തരം കാണിച്ചിട്ടൊന്നും സെയിൽ ചെയ്യരുത് കേട്ടോ. ഇത് നമ്മുടെ 10 ക്യാരറ്റ്. നമുക്ക് നേരായ രീതിയിൽ തന്നെ ചെയ്താൽ തന്നെ ഇഷ്ടംപോലെ ഓർഡറുകൾ കിട്ടും. പക്ഷെ നമ്മൾ കള്ളത്തരം കാണിക്കുമ്പോൾ അത് ശാശ്വതമായിട്ട് നിൽക്കുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ജെന്യുവനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഒരു ഫോട്ടോ കൂടെ തരാൻ പറഞ്ഞാലും ഞാൻ തരും കേട്ടോ. എത്ര തിരക്കാണെങ്കിലും തന്നിരിക്കും. എപ്പോഴും അങ്ങനെ ചോദിക്കരുത് കേട്ടോ. നമ്മളിങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത് കാണിക്കുന്നത്. ബേർഡ് ഓഫ് പാരഡൈസ് ഒരു പോട്ടിൽ 2 പ്ലാന്റാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഏറ്റവും എന്താ പറയുക, നന്നായിട്ട് ഏറ്റവും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോർ പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഇത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. നിങ്ങൾക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിങ്ങനെ 2 പ്ലാന്റുകളൊക്കെ വരുന്നതിൻ്റെ എത്ര റേറ്റ് ആവും എന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പം നമ്മൾ ഇന്ന് വാങ്ങിക്കുമ്പോൾ നമ്മൾ റേറ്റ് പറയുന്നത് ഒന്ന് കമ്പയർ ഒക്കെ ചെയ്ത് നോക്കുക കേട്ടോ. ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള, അതാണ് ഞാൻ എടുത്ത് പറയുന്നത്, ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഇത്രയും അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകൾക്ക് ഒന്ന് റേറ്റ് ഒക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കുക കേട്ടോ. അപ്പം എൻ്റെ റേറ്റ് മാത്രം ചിലപ്പോൾ പറഞ്ഞു കഴിയുമ്പോൾ അത് ഒരു ഇതല്ലല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് കമ്പയർ ഒക്കെ ചെയ്തിട്ട് പ്ലാന്റുകൾ എടുത്തോളൂ കേട്ടോ. ഇത് പിന്നെ 5 in 1 ലക്കി ബാമ്പു 5 in 1 എന്ന് പറഞ്ഞിട്ട് വരുന്ന പ്ലാന്റാണ്. ഇത് ഒത്തിരി പേർക്ക് ആവശ്യമുള്ള പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും സ്റ്റോക്ക് തീരാറുണ്ട്. എല്ലാ ആഴ്ചയിലും തന്നെ നമ്മൾ ഓർഡർ ചെയ്യാറുണ്ട്. ഇത് വീടിൻ്റെ അകത്ത് വെക്കാനൊക്കെ ആയിട്ടായിരിക്കും ഒത്തിരി പേര് എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒരു പോട്ടിൽ 5 എണ്ണമാണ്. 5 പല വലിപ്പത്തിൽ സെറ്റ് ചെയ്തിട്ടാണ് വരുന്നത് കേട്ടോ. പിന്നെ ഉള്ളത് നമ്മൾ കാണിച്ചു ബെർക്കിൻ, കഴിഞ്ഞ ആഴ്ചയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ബെർക്കിൻ്റെ ചെറിയ പ്ലാന്റ്. അത് സ്റ്റോക്ക് അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് പൈപ്പർ ഓർണാറ്റം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു പ്ലാന്റ്. നിങ്ങൾ ഒന്ന് ഇത് ഞാനിങ്ങനെ കാണിച്ചാലും നിങ്ങളൊന്ന് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ്.
അപ്പോൾ നമുക്കിതൊരു ചേച്ചി പിടിപ്പിച്ച് തന്നേക്കുന്നതാണ്, നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു ചേച്ചി പിടിപ്പിച്ച് തന്നേക്കുന്നതാണ്. ഇതിങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ നമ്മൾ ജിഫിയിലാണ് വരുന്നത്. വേരുകൾ ഇതാ ഇത്രയും വേരുകളൊക്കെ ആയിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇങ്ങനെ വേരുകളൊക്കെ ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. 2 ഇലയാണ് മിക്കവാറും എണ്ണത്തിലും ഉള്ളൂ കേട്ടോ. നല്ല റേറ്റുള്ള പ്ലാന്റ് തന്നെയാണ് പൈപ്പർ ഓർണാറ്റ് എന്ന് പറഞ്ഞിട്ട്. നല്ല ഭംഗിയിൽ നമുക്ക് പോത്തോസൊക്കെ വളർത്തുന്ന പോലെ ഇങ്ങനെ നമുക്ക് സ്റ്റിക്കൊക്കെ കൊടുത്ത് വളർത്താം. ഹാങ് ചെയ്തിടുന്നേക്കാളും നല്ലത് ചെറിയൊരു സ്റ്റിക്ക് കൊടുത്തിട്ട് ഇങ്ങനെ കുറച്ചൊന്ന് ഹൈറ്റിലേക്ക് ആക്കി വളർത്തി ഇങ്ങനെ താഴേക്ക് തൂങ്ങി കിടക്കുന്ന രീതിയിൽ വളർത്തുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇലയുടെ ഭംഗി വരുന്നത്. പൈപ്പർ ഓർണാറ്റോ കേട്ടോ. സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. താല്പര്യമുള്ളവർ വേഗത്തിൽ ഓർഡർ ചെയ്തോളൂ കേട്ടോ. അധികം സ്റ്റോക്കില്ല, അപ്പോൾ ഒന്ന് ഓർഡർ ചെയ്തോളൂ. പിന്നെ വരുന്നത് ഇതാണ്. ഇതും പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളുടെ ലിപ്സ്റ്റിക് പ്ലാന്റ്. ഇത് ഇവിടെ നിന്ന് ഇരിക്കുമ്പോൾ തന്നെ ഒത്തിരി പേര് പറയാറുണ്ട് ഞങ്ങളുടെ ലിപ്സ്റ്റിക് പ്ലാന്റിന് വേറെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ എടുത്തിട്ട് പൂക്കൾ ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പൂ കണ്ടിട്ട് തന്നെ ആ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞ് അങ്ങനെ ജിഫിയിലാക്കി തന്നെ എടുത്തേക്കുന്നതാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മളിവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ തന്നെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. നമുക്ക് ഇതിന് മുമ്പത്തെ പ്രാവശ്യം കൊണ്ടുവന്നിട്ട് പൂക്കൾ ആയി ഫോട്ടോ തന്നേക്കാൻ ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പാണ്, കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പൂക്കൾ ഉണ്ടാവും. ഒരു 3-4 മാസത്തിനുള്ളിൽ നല്ല പ്ലാന്റുകളായിരിക്കും. ഇത് റെഡും ഒരു മെറൂണും കൂടെ ചേർന്നിട്ടുള്ളത് വെറൈറ്റിയാണ് കേട്ടോ. നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമാണല്ലോ സെയിൽ ചെയ്യാനായിട്ട്. ഇത് നമ്മളുടെ ബിഗോണിയ വെറൈറ്റി. ഈ ഒരു വെറൈറ്റി ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇതാണ് സ്റ്റോക്ക് വരുന്നത്. ഇത് പ്ലാന്റിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ പ്ലാന്റ് വരുന്നത്. നിങ്ങൾക്ക് അടർത്തിയൊക്കെ നടാം. ഇത് ഒരു പ്രശ്നമില്ല കേട്ടോ. പിന്നെ ഇന്നത്തെ പിന്നെ 3 ഹാങ്ങിങ് പ്ലാന്റ് കാണിക്കാം. ഹോയ അമോർ എന്ന് പറഞ്ഞിട്ട് വരുന്ന വെറൈറ്റി ഹോയ അമോർ ഗ്രീൻ. ഇത് ഇങ്ങനെയാണ് കേട്ടോ പ്ലാന്റ് വരുന്നത്. ഹോയയുടെ ഒരു 5 വെറൈറ്റികളോളം സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഞാൻ എല്ലാം കാണിക്കുന്നില്ല, 3 വെറൈറ്റി കാണിക്കാം. ഇതാണ് അമോർ ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് വരുന്നത് കേട്ടോ. നിങ്ങളൊന്ന് ഇതിൻ്റെ പൂക്കളുടെ ഇതൊക്കെ അറിയണമെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. ഇത് ഇങ്ങനെയാണ്. ഇത്രയും വലിയ പ്ലാന്റുകളൊക്കെ തന്നെ ആയിരിക്കും. നമ്മൾ പോട്ട് ഉണ്ടാവില്ല കേട്ടോ. പോട്ട് മാറ്റിയിട്ടായിരിക്കും വിടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. പിന്നെ വരുന്നത് ഇതാണ്. ഇതും ഹോയ വെറൈറ്റി തന്നെയാണ്. എന്താ പേര്, ഹെർഷിയാന ഗ്രീൻ എന്ന് പറഞ്ഞിട്ടാണ് പേര് വരുന്നത്. ഇത് തന്നെയാണോ പ്രൊനൗൺസിയേഷൻ എന്ന് അറിയില്ല കേട്ടോ. ഒരു വായക്കൊള്ളാത്തൊരു പേരാണ് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ കാറ്റലോഗിൽ കൊടുത്തേക്കാം. പേരിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. സ്പെല്ലിംഗ് ഒക്കെ ഒത്തിരി വലിയ സ്പെല്ലിങ്ങാണ്, അപ്പോൾ അതുകൊണ്ട് പറയാൻ പറ്റുന്നില്ല. ഇതിൻ്റെ പൂ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ കുഞ്ഞു പൂക്കൾ, വേറെ പൂക്കളും കാണുന്നുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ കണ്ടോ, ചെറിയ പൂക്കളാണ്. പൂക്കളിനേക്കാളും കൂടുതൽ ഇതിൻ്റെ ഇലകൾക്കാണ് ഭംഗി. ഇവിടെയും പൂവുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതിങ്ങനെ പൂക്കൾ കുഞ്ഞു പൂക്കളാണ്. നമ്മൾ ഹോയയുടെ പൂക്കൾ കുറച്ച് വലുതായിട്ടല്ലേ കാണുന്നത്. ഇത് കുഞ്ഞു പൂക്കൾ. പക്ഷേ പൂക്കളിനേക്കാൾ ഉപരി ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുമ്പോൾ നല്ല രസമാണ് കാണാനേ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് വേറെ പോട്ടിലേക്കൊക്കെ മാറ്റി നടാം. ഇപ്പം ഈ പോട്ട് ഉണ്ടായിരിക്കില്ല എന്ന് പറയുന്ന പോട്ടിൻ്റെ കാര്യത്തിൽ യാതൊരു പ്രാധാന്യവും ഇല്ല. എന്ന് വെച്ചാൽ ഇത്രയും ചെറിയ പോട്ടിൽ അവർ നഴ്സറികളിൽ വളർത്തുന്ന പോലെ നമുക്ക് വളർത്താൻ പറ്റിയെന്ന് വരില്ല. ഇത് അടിയിൽ നിന്നൊക്കെയാണ് ഇതിൻ്റെ. ഇത് കണ്ടോ, ഇത് അടിഭാഗം ഈ പോട്ടിൻ്റെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അടിയിൽ നിന്നാണ് ഇതിൻ്റെ വളവും വെള്ളവും ഒക്കെ കൊടുക്കുന്നത്. ഈ അടിയിൽ ട്രേയിൽ വെച്ചിട്ട് അങ്ങനെയാണ് കൊടുക്കുന്നത്. നമ്മൾ ഒഴിച്ചോ കൊടുക്കുന്നത്. അപ്പം അന്നേരം നമുക്ക് ഇങ്ങനെ വളർത്തി കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പോട്ട് മാറ്റിയിട്ട് നിങ്ങൾക്ക് സേഫായിട്ട് വിടുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ കുറച്ചും കൂടെ വലിയ വിസ്താരമുള്ള വാവട്ടമുള്ള പോട്ടിലേക്ക് തന്നെ നടുക. ഒരുവിധം ഡയറക്റ്റ് ലൈറ്റ് കിട്ടണ്ട ഇതിനൊന്നും. ഇൻഡയറക്റ്റ് ഒരുവിധം ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് തന്നെ സെറ്റ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഇത്രയും ഭംഗിയുള്ള പ്ലാന്റുകൾ ഇതൊക്കെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം. പൂക്കളിനേക്കാളും ഉപരി ഇങ്ങനെ ഇലകൾ ഇത്രയും പച്ചപ്പായിട്ട് കിടക്കുമ്പോഴാണല്ലോ ഭംഗി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബാൽക്കണിയിൽ സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ വെളിച്ചമുള്ള ടേബിളിലൊക്കെ അങ്ങനെ സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷേ ഒരുവിധം ബ്രൈറ്റ് ലൈറ്റ് കിട്ടണം എന്ന് മാത്രം കേട്ടോ. ഹോയ വെറൈറ്റിയാണ് കേട്ടോ. പിന്നെ ഹോയ വെറൈറ്റി ബാക്കിയുള്ളതൊക്കെ ഞാൻ കാറ്റലോഗിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് താല്പര്യം കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള വെറൈറ്റികളൊക്കെയാണ് ഈ ഹോയ വെറൈറ്റികളൊക്കെ. അപ്പോൾ അതിൽ ഇച്ചിരി റേറ്റ് കുറഞ്ഞത് ആദ്യം കാണിച്ച അമോർ ബി എന്ന് പറഞ്ഞിട്ട് ഉള്ളതാണ്. ബാക്കിയുള്ള ഇത്രയും വലിയ പ്ലാന്റുകളൊക്കെ നമുക്ക് എടുത്താലും നമുക്ക് ഓരോരോ കഷ്ണങ്ങൾ വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ പ്രൊപ്പഗേഷന് കൂടുതലുള്ളവരാണ് അങ്ങനെ മേടിക്കാറ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വാങ്ങിച്ചോളൂ. ബാക്കിയുള്ള വെറൈറ്റികൾ ഞാൻ കാണിക്കുന്നില്ല, അതെല്ലാം കാറ്റലോഗിൽ കൊടുത്തേക്കാം കേട്ടോ. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. കോസ്റ്റ്ലി ആയിട്ടുള്ള വെറൈറ്റികളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് വരുന്നത് ഡിസ്റ്റിഡിയ വെറൈറ്റിയാണ്.
ഡിസീറിയ ഗ്രീൻ വെറൈറ്റി. ഡിസീറിയ ഞാൻ ഇടയ്ക്ക് കാണിക്കാറുണ്ട്. ഡിസീറിയ ഒയാന്ത വേരിഗേറ്റഡ് ഒക്കെ കാണിക്കാറുണ്ട്. ഇതാണ് ഡിസീറിയയുടെ ഒരു വെറൈറ്റി. ഗ്രീൻ വെറൈറ്റി തന്നെയാണ്. ഇതും ഞാൻ പറഞ്ഞു പോട്ടുണ്ടായിരിക്കില്ല. ഇത്രയും ചെറിയ പോട്ടിലൊന്നും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റുകൾ പിടിച്ച് കിട്ടില്ല കേട്ടോ. ഇത് കൊക്കോപീറ്റിലാണ് വരുന്നത്. അപ്പോൾ കൊക്കോപീറ്റ് മാക്സിമം മാറ്റിയിട്ട് നമ്മുടെ പോട്ട് മിക്സിലേക്ക് നടാൻ ശ്രമിക്കണേ. ഇങ്ങനെ ഹാങ് ചെയ്തൊക്കെ ഇട്ട് നല്ല രസമല്ലേ ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത്. അതിങ്ങനെ പെട്ടെന്നൊന്നും പോവില്ല പ്ലാന്റ്. അപ്പോൾ ഇങ്ങനെ ഹാങ് ചെയ്ത് ഇങ്ങനെയൊക്കെ വളർത്താൻ നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ എനിക്കിങ്ങനെ ഹാങ് ചെയ്തിരിക്കുന്ന വെറൈറ്റികളൊക്കെ ഇഷ്ടമാണ്. ഈ നമ്മുടെ പോത്തോസ് ആണെങ്കിൽ അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിരിക്കുന്ന രീതിയിലുള്ളതാണ് ഇഷ്ടം. അപ്പോൾ ഇന്നത്തെ കോംബോയിലേക്ക് പോകാം. വേഗത്തിൽ പോകാട്ടോ, ഒത്തിരി സമയമായി. ഈ ആദ്യത്തെ കോംബോ എന്ന് പറയുന്നത് കലാത്തിയുടെ കോംബോയാണ്. കലാത്തിയ ഇത് നമ്മളുടെ ഫ്രെഡിയാണ് വരുന്നത്. ഫ്രെഡി ഇടയ്ക്കൊക്കെ വരാറുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ എപ്പോഴും വരുമായിരുന്നു. ഇപ്പോൾ അത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ വരണില്ല, അതുകൊണ്ട് ഞാൻ എടുക്കാത്ത. ഇപ്പോൾ ഇത് നല്ല പ്ലാന്റാണ് വന്നേക്കുന്നത്. ഇത് നമ്മളുടെ ഇത് അയ്യോ പേര് മറന്നു. മെഡാലിയൻ. ഇത് ഇങ്ങനെയാണ് കേട്ടോ ഷൂട്ടുകൾ വരുന്നത്. പിന്നെ വരുന്നത് റാറ്റിൽ സ്നേക്ക് ഇങ്ങനെ. പിന്നെ വരുന്നത് നമ്മളുടെ ധോത്തി. ഇങ്ങനെ 4 വെറൈറ്റിയാണ് കേട്ടോ കലാത്തിയ വരുന്നത്. കലാത്തിയ അപ്പോൾ താല്പര്യമുള്ളവർ വേഗത്തിൽ തന്നെ ഓർഡർ ചെയ്തോളൂ. ഇതിന് റേറ്റ് വരുന്നത് 1200 പ്ലസ് കൊറിയറാണ്. 4 വെറൈറ്റി 1200 പ്ലസ് കൊറിയർ. സിംഗിളായിട്ട് എടുക്കണവർക്ക് അങ്ങനെയും കൂടെ എടുക്കാം കേട്ടോ. അപ്പോൾ വേറെ വെറൈറ്റികളൊക്കെ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. 1200 പ്ലസ് കൊറിയറാണ് കോംബോ ആയിട്ട് വരുന്നത് കേട്ടോ. പിന്നെ നമ്മളുടെ CC മിനിയേച്ചർ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റ്. പിന്നെ നമ്മളുടെ ബ്ലാക്ക് CC സ്റ്റോക്ക് കുറവായിരുന്നു. ഇപ്പം നമുക്ക് വലിയ പോട്ടുകളൊക്കെ സെയിൽ ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ചെറിയ പോട്ടുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഇത്രയും സൈസേ ഉള്ളൂ. പിന്നെ ഗ്രീൻ CC ഇത് 3 കൂടെ താല്പര്യമുണ്ടെങ്കിൽ 400 പ്ലസ് കൊറിയറാണ്. 400 പ്ലസ് കൊറിയറാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതും ഓർഡർ ചെയ്തോളൂ. ഇൻഡോറിലേക്കൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ കാണിച്ച പ്ലാന്റ്സുകളൊക്കെ അയക്കുക. തിങ്കൾ ഓൾറെഡി ഫില്ലായി കഴിഞ്ഞു. നമുക്ക് അടീനിയം വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ വെള്ളിയാഴ്ച അവധി ആയതുകൊണ്ട് ഇനി തിങ്കളാഴ്ചയാണ് എല്ലാം ഇടുന്നത്. അപ്പോൾ നല്ലോണം തിങ്കളാഴ്ച ഓർഡർ ആയി കഴിഞ്ഞു. ഇനി ചൊവ്വാഴ്ച തുടങ്ങിയാണ് കേട്ടോ പ്ലാന്റുകൾ വിടുക. ട്യൂസ്ഡേ തുടങ്ങി ഫ്രൈഡേ വിടാൻ പറ്റില്ല. ട്യൂസ്ഡേ തുടങ്ങി തേഴ്സ്ഡേ വരെയാണ് പ്ലാന്റ്സുകൾ വിടുക. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വേഗത്തിൽ തന്നെ ഓർഡർ ചെയ്തോളൂ. അപ്പോൾ ഒന്നിനും പോട്ടുകൾ ഉണ്ടായിരിക്കില്ല കേട്ടോ. പോട്ട് മാറ്റിയിട്ടായിരിക്കും നമ്മൾ വിടുക. നല്ല സേഫായിട്ട് നല്ല അടിപൊളിയായിട്ടൊക്കെ ആയിരിക്കും വിടുക. അതിൽ ഒഴിവുള്ളത് നമ്മളുടെ ഇതാണ് ഹവോത്തിയയും. ഈ ഒരു വെറൈറ്റിക്ക് നമ്മൾ പോട്ടേപ്പാട് തന്നെ ആയിരിക്കും കേട്ടോ വിടുന്നത്. ഈ 3 പ്ലാന്റുകളും ഈ ഹവോത്തിയ ഈ 3 പ്ലാന്റുകൾ ഓർഡർ ചെയ്യുന്നവർക്ക് പോട്ട് സഹിതമായിരിക്കും വിടുക. പിന്നെ നമ്മളുടെ ഇത് കാണിച്ചത് ഓർക്കിഡ് കാണിച്ചത്. ഇത് പോട്ടെന്ന് പറയാൻ പറ്റില്ല. ഇത് ഡിസ്പോസിബിൾ ഒരു പ്ലാസ്റ്റിക് ഒരു ഇത് തന്നെയാണ്, ഒരു കൂട് തന്നെയാണ്. അത് അങ്ങനെ തന്നെയായിരിക്കും നമ്മൾ വിടുക കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സേഫ് ആയിട്ടായിരിക്കും വിടുക. അപ്പോൾ ഇത് വേഗത്തിൽ തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ. ഇതൊക്കെ നമുക്ക് ചൊവ്വാഴ്ച തന്നെ വിടാം കേട്ടോ, ഒരു പ്രശ്നമില്ല. ബാക്കിയെല്ലാം നമ്മൾ കൂടുതൽ ഓർഡറുകൾ വരുന്നതനുസരിച്ച് വ്യാഴം വരെ അങ്ങനെ ആയിരിക്കും കേട്ടോ വിടുക. പ്രൊഫഷണൽ DTDC 2 കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാൻസുകൾ വിടുക. നല്ല സേഫായിട്ട് വിതിൻ 2 days കേരളത്തിൽ എവിടെയും കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിക്കാട്ടെ. എനിക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ചെടികൾ വളർത്തുന്ന കാര്യത്തിൽ, പിന്നെ വിടുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാക്ക് ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോൺ ചെയ്യാം. ഫോൺ വിളിക്കാം. രാവിലെ 6 മണി തുടങ്ങി വൈകുന്നേരം 9 മണി വരെ ഏത് സമയത്ത് വേണമെങ്കിലും വിളിച്ചോളൂ. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും തിരിച്ച് വിളിച്ചോളാം. ഇനിയിപ്പോൾ ഇൻ കേസ് ഞാൻ തിരിച്ച് വിളിച്ചില്ലെങ്കിൽ പിന്നെയും വിളിച്ചോളൂ കേട്ടോ. ശല്യപ്പെടുത്തിക്കോളൂ, ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഫോൺ എടുത്തോളാം. എന്തെങ്കിലും ഇങ്ങനെ പള്ളിയിൽ പോകുക അങ്ങനെ എന്തെങ്കിലും ഒരു അത്യാവശ്യ സമയത്തിന് മാത്രമാണ് ഫോൺ എടുക്കാത്തേ ഉള്ളൂ. ഇനിയിപ്പോൾ എടുത്തില്ല എന്ന് വെച്ച് ഞാൻ തിരിച്ച് വിളിച്ചില്ലെങ്കിൽ നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും പിന്നെയും വിളിച്ചോളൂ, പിന്നെയും വിളിച്ചോളൂ, ശല്യപ്പെടുത്തിക്കോളൂ, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.